കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ താമസിക്കുകയായിരുന്ന ഗവർണർ വൈകുന്നേരം വരെയും അവിടെ തന്നെ തുടരുമെന്നാണ് പോലീസ് കരുതിയത്. അപ്രതീക്ഷിതമായി 11 മണിയോടെ ഗവർണർ പുറത്തേക്കിറങ്ങി. മാധ്യമങ്ങളെ കണ്ടു. പ്രതിഷേധങ്ങളെ കണക്കിലെടുക്കുന്നില്ലെന്നും പോലീസിന്റെ സുരക്ഷ തനിക്ക് ആവശ്യമില്ലെന്നും പറഞ്ഞ കോഴിക്കോട്ടേക്ക്. I feel no threat from the people of Kerala. The people of Kerala love me. പോലീസും മാധ്യമങ്ങളും ഗവർണർക്ക് പിന്നാലെ. കോഴിക്കോട് BEM ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി കുട്ടികൾക്കൊപ്പം കുറച്ചു നേരം ചെലവഴിച്ചു. നേരെ മിഠായി തെരുവിലേക്ക്. ഗവർണർക്ക് ഹൽവ വേണം. കിഡ്സൺ കോർണറിൽ ഇറങ്ങി ഗവർണർ നടന്നു. സുരക്ഷയിൽ ആശങ്കപ്പെട്ട നെഞ്ചിടിച്ച പോലീസിന് ജനങ്ങളുടെ നല്ല രീതിയിലുള്ള ഇടപെടൽ സഹായകരമായി. ഗവർണർക്ക് ഹൽവ നൽകാൻ മത്സരിച്ച കച്ചവടക്കാർ, കൈകൊടുക്കാനും ഫോട്ടോ എടുക്കാനുമുള്ള ആഗ്രഹവുമായി ജനങ്ങൾ. എല്ലാറ്റിനും നിന്നുകൊടുക്കാൻ തയ്യാറായി ഗവർണറും. ഹൽവയുടെ മധുരം നുണഞ്ഞും മിഠായി തെരുവിന്റെ സ്നേഹമറിഞ്ഞും 3/4 മണിക്കൂർ. ഗവർണർക്ക് സന്തോഷം, പോലീസിന് സമാധാനം. വെല്ലുവിളികളെ നേരിടുന്ന ജനങ്ങളുമായി ഇടപഴകുന്ന ഗവർണർ എന്ന പ്രതിച്ഛായ കേരളീയ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മിഠായി തെരുവിൽ നിന്ന് മടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.